പിന്നെന്താ ഞാൻ ഇവിടുത്തെ അത് ഒരു എല്ലാ പുസ്തകങ്ങളും ഇങ്ങനെ തന്നെയാണോ കൊടുക്കേണ്ടത് എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ചിന്തയിൽ തന്നെ കൊടുക്കണമെന്നാണോ? അല്ല, നിങ്ങളുടെ പുസ്തകങ്ങൾ ഹിന്ദി കൊടുക്കുമോ? ഇത് ഇവിടെ പ്രസിദ്ധീകരണശാലകൾ ഒരുപാടുണ്ട്. ആ പ്രസിദ്ധീകരണശാലകൾ അവര് സമീപിക്കാറാണ്. ചിന്ത എന്നോട് സമീപിച്ചാൽ ഞാൻ അന്നേരം ഇപ്പൊ ഞാനൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ചിന്ത പബ്ലിക് ചിന്തയോട് എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ പറയില്ല. തെറ്റാണത്. എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് അവരോട് ഞാൻ പറയില്ല, ഒരാളോടും പറയില്ല. ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കുന്നു, ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്ന് മാതൃഭൂമി ചോദിക്കുന്നു, DC ബുക്സ് ചോദിക്കുന്നു. അത് ചിന്ത ചോദിച്ചാൽ ഞാൻ അന്നേരം അത് ആലോചിച്ചിട്ട് നിലപാട് പറയും. ഈ പ്രസിദ്ധീകരണം DC നടത്തുകയാണ്, അവരാണ് ആദ്യം അറിയിച്ചത്. പക്ഷേ ഈ പരാതി DGP കൊടുത്തതിൽ DCക്കെതിരെ ഒരു പരാമർശമില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അത് DC അത് അന്വേഷണത്തിന്റെ ഭാഗമായി വരുമല്ലോ. ഇനി എന്റെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാനത് പറയല്ലോ. അവരെന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കും, ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറയും. നിങ്ങൾക്കതാണ് ഇപ്പോഴും മനസ്സിലാകാത്തത്. ഞാൻ പ്രസാധകൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ഞാൻ അറിയാതെ അതിലെ കുറെ കാര്യങ്ങൾ ചാനലിൽ വരുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരുന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രസാധനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇത്രയും ഗുരുതരമായൊരു പ്രശ്നം കണ്ടിട്ട് പോലും നിങ്ങളിൽ എന്താ ഈ സംശയത്തിന്റെ പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്, താങ്കളുടേതാണെന്ന് പറഞ്ഞിട്ട് താങ്കൾ നിഷേധിക്കുന്നു. എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞു മനസ്സിലായില്ല. അതായത് താങ്കളുടെ ആത്മകഥയുടെ ഭാഗങ്ങൾ ആണെന്ന് പറഞ്ഞിട്ട് DC ഒരു FB കുറിപ്പിടുന്നുണ്ട്, ഉടൻ പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞിട്ട്. അവർക്കെന്താ ഇതിന്റെ അധികാരം? പക്ഷേ താങ്കൾ നിഷേധിക്കുമ്പോൾ DCക്ക് ഞാൻ അങ്ങനെ കരാർ കൊടുത്തിട്ടില്ല, പ്രസിദ്ധീകരിക്കാൻ DC ഏൽപ്പിച്ചിട്ടില്ല എന്ന് താങ്കൾ പരസ്യമായി പറയുന്നു. DCക്കെതിരെ ഇപ്പൊ താങ്കളെയും പാർട്ടിയും വലിയ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ട് പോലും DCക്കെതിരെ എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല? ഇന്നലെ വക്കീൽ നോട്ടീസ് കൊടുത്തത് അവർക്കാ. നിങ്ങളിത് മനസ്സിലാക്കാത്ത വക്കീൽ നോട്ടീസ് അതിനുള്ള നിയമ നടപടി ഒന്ന്. രണ്ടാമത്തത് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള പോലീസ് നടപടി. ഇത് രണ്ടും ഞാൻ പ്രൊസീഡ് ചെയ്യണം. അതല്ലേ DGP കൊടുത്തത്. അതിനുശേഷവും ഈ DGPക്ക് കൊടുത്തത് ഇന്നലെയാണ്. ആരും ഒരാൾ DGPക്ക് നൽകിയ പരാതി ഒന്ന് പ്രേംനസിന് വേണ്ടിയിട്ടാണ്. DGPക്ക് നൽകിയ പരാതിയിൽ DC ബുക്സിനെതിരെ അന്വേഷണം വേണമെന്ന് EP ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്. എന്റെ പുസ്തകം അനധികൃത DC ബുക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ടില്ല. എന്റെ ആത്മകഥ സംബന്ധിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ കുറെ വശങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു. ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ഉദ്ഘാടനം എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, അത് സംബന്ധിച്ച് അന്വേഷണ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ DGP കൊടുത്ത പരാതി. എന്റെ ബുക്കിന്റെ പരസ്യം കൊടുക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഞാൻ അതാണ് നിയമ നടപടികൾ ചെയ്യുന്നത്. ഞാൻ ഈ പേര് കൊടുക്കുമോ? എന്നെ പരിഹസിക്കുന്ന ഒരു പേര് ഞാൻ കൊടുക്കും. നിങ്ങൾക്ക് ആ ബുദ്ധിയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കട്ടെ. അതാ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നത്. പാരമ്പര്യമുള്ള എത്ര സമയം വരെയും വന്ന് സോഷ്യൽ മീഡിയ അടക്കം നിയന്ത്രിക്കുന്ന പാർട്ടി സംവിധാനം അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മഹത്യയിൽ തന്നെ കേന്ദ്രീകരിച്ചില്ല. മാധ്യമങ്ങളുടെ പേരൊക്കെ താങ്കൾ എടുത്തു പറഞ്ഞില്ല. മാധ്യമങ്ങളുടെ പേരൊക്കെ ഇപ്പോൾ ഇതിൽ ആരോപണ വിധേയമായിട്ടുള്ള DCയുടെ പേര് പറയാൻ എനക്കെന്തിനാ മടി? അല്ല, നിങ്ങൾ പറ, എന്തിനാ മടി? ഞാനൊരു പരാതി കൊടുക്കുന്നത് വസ്തുതാപരമായി എന്റെ അറിവുകൾ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അതിന് രണ്ട് വഴിയാണ്. ഒന്ന് നിയമ നടപടി,
അത് DC ബുക്സിന്റെ ആൾക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞു, ലീഗൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. മറ്റേത് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് ഞാനറിയാതെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ആ പുസ്തകം പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. അത് ക്രിമിനൽ നടപടിക്രമം ഗുരുതരമായ കുറ്റമാണ്. അത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGP കൊടുക്കുന്നു. ഇതാണ് ചെയ്യേണ്ടത്. ഇത് പുറത്തു വന്നതിന് പിന്നിൽ DC മാതൃവിൽ തർക്കമൊന്നും വിചാരിക്കുന്നു, അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? DC മാതൃവിൽ തർക്കം അല്ല, ഉണ്ടായി. ഞാനിപ്പോ ഏതായാലും ഒരു കാര്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എന്റെ ആത്മകഥ എന്ന് എല്ലാവരെയും അറിയിക്കാൻ അധികം കാലതാമസം വരാതെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് പൂർത്തിയായാൽ മാത്രമേ പറ്റൂ. എനിക്ക് അത് പാർട്ടി മെമ്പർ ചെയ്യേണ്ട പ്രോസസ്സാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോ ആർക്കാ കൊടുക്കണം തീരുമാനിച്ചിട്ടില്ല. അതല്ല നിങ്ങൾ തീരുമാനിച്ചു, അതിനൊന്നും മറുപടിയാണ്. അപ്പോ നിങ്ങളിപ്പോ ചെയ്യേണ്ട ഒരു കാര്യം ഉത്തമനായ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുക. ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഭാഷകൾ, അതിന്റെ സവിശേഷതകളുണ്ട്. ഞാനിപ്പോ ഊതിക്കാച്ചിയ പൊന്നുപോലെയാണ് സരിൻ എന്ന് ഞാൻ പറയുന്നു. അല്ല, ഞാൻ പറയും പല പദങ്ങളും ഉപയോഗിക്കും. തിരിച്ച് സരിൻ ഇന്നലെ കുറിച്ച് പറഞ്ഞത് പച്ചമണ്ണിന്റെ മനുഷ്യനുള്ള പച്ചയായ മനുഷ്യനാണ് EP എന്നാണ് തിരിച്ച് EP കുറിച്ച് പറഞ്ഞത്. സരിൻ അങ്ങനെ പറഞ്ഞു. ഇത്ര വിവാദം ഉണ്ടായിട്ട് സരിൻ പറഞ്ഞത് EP കുറിച്ച് പറഞ്ഞത് പച്ചമണ്ണിന്റെ പച്ചയായ മനുഷ്യനാണ് EP, അദ്ദേഹത്തിന് ബഹുമാനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. നിങ്ങൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കി അങ്ങനെ പറയാറില്ല. ഞങ്ങളുടെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയാറില്ലേ EP ജയരാജന്റെ പേരിൽ ജയരാജന്റെ മാതിരി പാരമ്പര്യമുള്ള ത്യാഗനിർഭരമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിന്നുവെന്ന് പാർട്ടി പറയുന്ന ഒരു സഖാവിന്റെ പേരിൽ വളരെ വ്യക്തമായ രീതിയിൽ ഇത്തരത്തിൽ ഒരു പുസ്തകം വന്നതിന് ശേഷം അതിൽ കൃത്യമായ രീതിയിൽ MMS അടക്കമുള്ള ആളുകൾ അങ്ങനെ സ്വീകരിക്കുമെന്ന് പറയുകയാണ്. എന്നിട്ടും മറുപടി DC കേന്ദ്രീകരിച്ച് ആകുന്നില്ല. അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞു, സാമാന്യമായ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് പറയാൻ പറ്റുന്ന മറുപടിയല്ല. ഒരു ചെറിയ അതായത് ഇപ്പൊ പുസ്തകം ഒരാൾക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു, ഭാഷാശുദ്ധി വരുത്താൻ, അതിനുശേഷം അത് ചോർന്നു പോയിട്ടുണ്ടോ, അത് മോഷണം പോയിട്ടുണ്ടോ, അത് കൈവശം പരിശോധിക്കാൻ പറഞ്ഞു. ഇങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾ കാര്യമില്ലല്ലോ. നിങ്ങൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞില്ലേ, അത് 3 പ്രാവശ്യമായിട്ടായി നിങ്ങൾ എന്നെ ചോദിച്ചോണ്ടിരിക്കും. അല്ലാതെ എഴുതിയിട്ടില്ലെങ്കിൽ അതങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പരാമർശം ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ ടെലിവിഷനിൽ വന്നിട്ടുള്ള ചാനലുകളിൽ വന്നിട്ടുള്ളതെല്ലാം ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം അതാണ്. അതിന്റെ ഇപ്പൊ വന്നു എന്ന് പറയുന്ന പേജുകളും ബുക്കുകളൊന്നും ഞാൻ കണ്ടതുമല്ല. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ ഞാനിങ്ങനെ ഓരോ പോർഷനായിട്ട് എല്ലാം എഡിറ്റ് ചെയ്ത് തയ്യാറാക്കി വെക്കാൻ ചുമതലപ്പെടുത്തി അത് മുഴുവൻ വന്നു കഴിഞ്ഞാൽ ഞാനത് വായിച്ച് അതിനകത്ത് വല്ല തിരുത്തലുകൾ വേണമെങ്കിൽ അതൊക്കെ വരുത്തി അത് ആരെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിക്കണം എന്ന് ആലോചിച്ച് കൊടുക്കും. ഇല്ല, മനസ്സിൽ കണ്ടില്ല. അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് വിശ്വസനാണ്. അദ്ദേഹത്തെ നിങ്ങൾ വധിക്കാൻ പുറപ്പെടും. പാർട്ടി വിശദീകരണം